സോറി ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു ഫുൾ ഡേ വെജിറ്റേറിയൻ ഫുഡ് മാത്രം കഴിക്കുന്ന ഒരു ചാലഞ്ചാണ്. എന്നെ സംബന്ധിച്ചോളം ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ടാസ്ക്കാണ്. പക്ഷേ എനിക്കിവിടെ തൊടുപുഴയിൽ ഇഷ്ടമുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഓൾറെഡി നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്ത് ഫുഡ് വന്നിട്ടുണ്ട്. സോ നമുക്ക് കഴിച്ചു വെക്കാം. ഞാൻ പ്ലേറ്റൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവർ ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ ഭയങ്കര ഇതാണ് കേട്ടോ, ഭയങ്കര നല്ലതാണ്. ഇതുവരെ അങ്ങനെയായിരുന്നു. ഇത്ര വലിയ ഒരു സാധനം ഓർഡർ ചെയ്തിട്ടുള്ളൂ. എന്താണെന്നുള്ളേ ഞാനും ഇതുവരെ കഴിച്ചിട്ടില്ല. ഒരു കൊട്ട പപ്പടം, അച്ചാറ്, പിന്നെ റൈത്ത, മറ്റേ നമ്മുടെ തൈര് സാലഡ്. ഞാൻ കാണിച്ചിരാം ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? ഇത് ഒരാൾക്ക് തിന്നാനാ. ഇത് തക്കാളി റൈസ്, ടൊമാറ്റോ റൈസാണ്. ഇതിൻ്റെ പ്രൈസ് 133 കേട്ടോ. 133 രൂപയ്ക്കുള്ള ക്വാണ്ടിറ്റിയാണ്. ഹോട്ടൽ ഏതാ പറയുക, കൃഷ്ണ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞിട്ട് തൊടുപുഴയിലുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണ്. ഇവരെ ഫുഡും നല്ലതാണ്, നല്ല ചൂടുണ്ട് കേട്ടോ. ഫുഡും നല്ലതാണ്. ക്വാണ്ടിറ്റി ഇത് ഒരെണ്ണം മേടിച്ച് ഒരാൾക്ക് സുഖമായിട്ട് കഴിക്കാം. ഞാൻ അവിടെ നിന്ന് പിന്നീട് മേടിച്ചിട്ടുള്ളത് ചില്ലി പൊറോട്ടയില്ലേ, അത് മേടിച്ചിട്ടുണ്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ. പക്ഷെ ഒരിക്കലും തിന്നു നിൽക്കാൻ പറ്റാറില്ല, കാരണം അത്രയ്ക്കും ഉണ്ടാവും. പൊട്ടിക്കാൻ പറ്റുള്ളല്ലോ, പൊട്ടിക്കട്ടെ കേട്ടോ. സിസർ ബ്ലേഡ് കൊണ്ടുള്ള രണ്ടാമത്തെയും വളരെ ഉപയോഗമുള്ളൊരിതെന്ന് വെച്ചാൽ ഇതുപോലെ പ്ലാസ്റ്റിക് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ ഇതിൻ്റെ ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത മണവും കാണാനായിട്ട് എന്ത് രസമൊക്കെ. എനിക്ക് വായിൽ കപ്പലോടാണ്. ഇത് എനിക്ക് വെജിറ്റേറിയൻ ഫുഡ് ഇങ്ങനെ കഴിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഇത് മാറ്റുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം ഗൈസ്. എനിക്ക് സ്പൂണ് പോയി എടുക്കാൻ വേണ്ടി മടിയാണ്. അതുകൊണ്ട് കൈ കൊണ്ട് നമുക്ക് തട്ടിടാം. കുറച്ചെടുക്കാം കേട്ടോ, കുറച്ചെടുക്കാം. ഓക്കെ, എന്തൊരു സന്തോഷം. നല്ല മണം കഴിച്ചു. ഞാൻ ഇതിൽ ടൊമാറ്റോ റൈസ് കഴിച്ചിട്ടില്ല. പിന്നെ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ഞാൻ കാണിച്ചതേ. മാങ്ങാച്ചാറാണ് കൂടെ തന്നിരിക്കുന്നത്. നമ്മുടെ വായ്ത്ത ചോറ് ഇങ്ങനെ കുഴയ്ക്കാൻ നല്ല ചൂടുണ്ട്. കുറച്ച് തൈരും കൂടെ ഇട്ടങ്ങോട്ട് കുഴയ്ക്കുക. അച്ചാറിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, പക്ഷേ ഞാൻ കുറച്ച് ഇട്ട് വെക്കാം. എന്നിട്ട് നമ്മുടെ ഈ മുളകും കൂടെ വെച്ചിട്ട് ഒരു വാ പിടിക്കണം ഗൈസ്. എന്നെ കാണാൻ പ്രാന്തിയെ പോലെ ഉണ്ട്, എനിക്കറിയാം. പക്ഷേ ഒരു മിനിറ്റ് കേട്ടോ. ഇത് തക്കാളി ചോള ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. വെൽ സീസൺഡ് റൈസ് ഗൈസ്. ഒരു അലവിലാതെ ഈച്ച ഇവിടെ കൂടെ പാറി നടക്കുന്നുണ്ട്, തരില്ല, അടിച്ചു കൊല്ലും ഞാൻ. അപ്പം അടിപൊളി ടേസ്റ്റ് ഗൈസ്, ഒരു രക്ഷയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ വെജിറ്റേറിയൻ മാത്രം വീഡിയോ എടുക്കാൻ വേണ്ടി തോന്നിയത് ഭയങ്കര തമാശ കേട്ടോ. എൻ്റെ കയ്യിൽ പൈസ ഇല്ല, നോൺ വെജ് മേടിച്ചേക്കാളും പൈസ ഇല്ല ഗൈസ്. അപ്പം ഞാൻ സ്വിഗ്ഗിയിൽ നിന്നും കൂടിയാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പം അറിയാമല്ലോ, ഇത്രയാക്കി ഇതാക്കും. അപ്പം ഇന്ന് കഴിക്കാൻ നിർത്തും. പക്ഷെ ബെസ്റ്റ് ഡിസിഷൻ. പിന്നൊരു കാര്യം, കുറേ പേർക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അറിയത്തില്ല. ഒത്തിരി പേരോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് യൂട്യൂബിൻ്റെ ബയോയിൽ, എൻ്റെ പഠിച്ചോനെ അത് എന്താണെന്ന് ഭ്രാന്തിയല്ലല്ലോ, ഇൻസ്റ്റഗ്രാമിൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്. അപ്പോൾ എല്ലാവരും പോയി ചെക്കൗട്ട് ചെയ്യുക. അപ്പം ഞാനത് തീർക്കട്ടെ ഗൈസ്. മുക്കാപ്പാതി ചോറ് നമുക്ക് ബാക്കി ആയിട്ടുണ്ട്.
അപ്പം നമ്മൾ വൈകുന്നേരം ഞാൻ ഓർത്തു ചായക്ക് എന്തെങ്കിലും മേടിക്കാമെന്നാണ് ഓർത്തിരുന്നത്. രസവടയോ എന്തെങ്കിലും ഇവിടെ നിന്ന് തന്നെ എന്തെങ്കിലും മേടിക്കാമെന്ന് ഓർത്തത്. സാമ്പാർ വട അങ്ങനെ എന്തോ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കാതൊരു കൊതി ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ബിക്കോസ് റൈസ് നമുക്ക് ബാക്കിയുണ്ട്. സോ അത് ചായക്ക് വിശക്കുവാണെങ്കിൽ അത് കഴിക്കാമെന്ന് ഓർത്തു. എന്നിട്ട് രാത്രി പിന്നെ വിശപ്പിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. അപ്പോൾ എന്താ റൂംമേറ്റ് ആർക്കെങ്കിലും കൊടുത്തൂടെയെന്ന് വിചാരിച്ചാൽ എൻ്റെ റൂംമേറ്റ് വന്നിട്ടില്ല. പുള്ളിക്കാരത്തിക്ക് എക്സാം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അവധിയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരിക്ക് എനിക്ക് എക്സാം ഉള്ള പുള്ളിക്കാരിക്ക് അവധിയാണ്. അതുകൊണ്ടാണ് ഇത്ത വന്നിട്ടില്ല. അപ്പോൾ ഇത്ത കൊടുക്കാനില്ല. അപ്പോൾ നമ്മൾ ഈ ഹൗസ് ഹോൾഡിൽ ഭക്ഷണം വേസ്റ്റ് ചെയ്യത്തില്ല ഗൈസ്. അവിടെ നമ്മൾ തന്നെ തിന്നും. അപ്പോൾ ഇനി അടുത്തത് അതാണ്. ഞാൻ ആ ബാക്കി ചോറ് കുറച്ചെടുത്ത് കഴിക്കാമെന്ന് ഓർത്ത് എനിക്കെന്തോ പിന്നെ അത് കഴിക്കാൻ വേണ്ടി കൊതിയായി. അപ്പം ഞാനത് കഴിക്കട്ടെ കേട്ടോ. സോറി ഗൈസ്, ഇന്ന് നമുക്ക് ബാക്കി ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാൻ ആ ചോറ് കുറച്ചു നേരം മുന്നേ കഴിച്ചില്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഫില്ലായിപ്പോയി. സോ വെറുതെ ഞാൻ ഈ ചാലഞ്ചിൻ്റെ പേരിൽ ഫുഡ് മേടിച്ചിട്ട് അവസാനം അത് ആരും നിന്നാണ്ട് കളയേണ്ട അവസ്ഥയാകുന്നതിനേക്കാളും നല്ലത് ഞാൻ വേണ്ടാന്ന് വെച്ചു. പിന്നെ അതിൻ്റെ ഒപ്പം എനിക്ക് നല്ല ജലദോഷമുണ്ട്. അപ്പം നല്ല ഒരു ജലദോഷം വരുമ്പോൾ നമുക്കൊരു ടയർഡ്നെസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ടയർഡ്നെസ് ഉണ്ട്. അപ്പോൾ എനിക്ക് വിശക്കണമില്ല. അപ്പം ഈ ചാലഞ്ച് നമ്മൾ ഒന്നും കൂടി റീഡൂ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ വ്യൂവേഴ്സ് എന്നോട് ക്ഷമിക്കണം. പക്ഷേ നമ്മളിത് ഒന്നുകൂടെ ചെയ്യുന്നതായിരിക്കും ഈ ചാലഞ്ച്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ബൈ.